ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ സ്നാക്കായിട്ടാണ്. ഒരു 4 മണി പലഹാരം അല്ലെങ്കിൽ ചായ പലഹാരമായിട്ടാണ്. നമുക്കെല്ലാവർക്കും ഇപ്പം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പലഹാരം ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമുക്ക് ഇപ്പോഴും കഴിക്കാൻ തോന്നുന്ന ഒരു 4 മണി പലഹാരം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം. അപ്പം ഗോതമ്പ് പൊടിയാണ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത്, നല്ല സ്വാദുമാണ്. അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1/2 കപ്പോളമുള്ള റവ എടുത്തിട്ടുണ്ട്. റവ എന്ന് പറയുന്നത് പൊടിച്ച റവയൊന്നുമല്ല, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ തരിയോട് കൂടിയിട്ടുള്ള റവ തന്നെയാണ്, വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ചേർക്കുന്നത് ഒരു 3 ഏലക്കയുടെ കുരു ഞാനൊന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പോളമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഇത്ര തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, 1/2 എന്നുള്ളത് 1/4 കപ്പായിട്ട് കുറയ്ക്കാം. പിന്നെ വേണ്ടുന്നത് ഒരു നുള്ളു ഉപ്പ്, 1-1.5 നുള്ളു ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാവരും ടേസ്റ്റൊക്കെ നമുക്ക് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്നൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പോളമുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ പാല് ഞാൻ തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആറിയിട്ടുള്ള പാൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കറക്റ്റ് ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരത്തില്ല. അത് നമുക്ക് ബാക്കി കുറച്ച് വെള്ളം കൂടെ ഒക്കെ ചേർത്തിട്ട് വേണം അത് ഒന്ന് കുഴച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പാലൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് വന്നത്, കുറച്ച് കട്ടയൊക്കെ ആയിട്ടാണ് വന്നത്. ഇനി നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പൈപ്പിൽ നിന്ന് വരുന്ന സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നമ്മൾ നെയ്യപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിനൊക്കെ കോരി ഒഴിക്കുന്ന മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ കൺസിസ്റ്റൻസി. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് കോരി ഒഴിക്കത്തില്ലേ, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. അത് കാരണം നമ്മൾ ഇതിനകത്ത് റവയൊക്കെ ചേർത്തത് കൊണ്ട് ആ റവയിലൊക്കെ നല്ലതുപോലെയൊക്കെ ഒന്ന് പാലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, റവ ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടോ, റവയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഇച്ചിരി വറ്റിയിട്ടുണ്ട്. നമ്മുടെ റവയൊക്കെ ഈ പാലും വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ. പക്ഷേ എന്നാലും കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട് അതിന് ഇരിക്കുന്നത്. ഞാൻ സ്പൂണൊക്കെ വെച്ച് ഒന്ന് നോക്കിയായിരുന്നു. ഇനി നിങ്ങൾക്ക് ഒത്തിരി റവയൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്കത് ആ ഒരു നേരത്തെ കാണിച്ചുന്ന ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എപ്പോഴും എണ്ണ എടുക്കുമ്പോൾ നമുക്ക് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള എണ്ണ എടുക്കാൻ നോക്കുക. കാരണം ഈ ഒരു അപ്പത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇത് നല്ലതുപോലെ പൂരിയൊക്കെ പൊന്തി വരുന്നത് പോലെ ഇങ്ങനെ പൊന്തി വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, പുറത്ത് അല്പം ക്രിസ്പിയാണ്, അന്ന് ഒത്തിരി ക്രിസ്പിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് കോരി ഒഴിക്കാൻ നേരത്ത് അതൊരു മീഡിയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് വേണം മാവ് കോരി ഒഴിക്കാൻ. കണ്ടോ, ഇതാണ് നമ്മുടെ മാവിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് കോരി ഒഴിച്ച് നോക്കാം. നമ്മൾ മാവ് ഇതൊന്ന് കോരി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ വെച്ചിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ തവി വെച്ചിട്ട് ഒന്ന് മേലേക്ക്, നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മളിങ്ങനെ കോരി ഒഴിച്ച്, കണ്ടോ, എണ്ണ ഇതുപോലെ ഒന്ന് കോരി ഒഴിക്കുക അതിൻ്റെ മേലെ. അന്നേരം ഇതിങ്ങനെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ പൂരിയൊക്കെ പൊന്തി വരുന്ന പോലെ നല്ല പഫി ആയിട്ട് വരും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് വറുത്ത് കോരാം. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ നമുക്ക് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇത് അവിടെ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല പഫി ആയിട്ടാണ് നമ്മുടെ ഈ സ്നാക്ക് വന്നിട്ടുള്ളത്. ഇത് സിമ്പിളാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ഉണ്ടാക്കി വരാം. ഞാനൊന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയൊന്ന് ഉണ്ടാക്കി വരാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡിയാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. ഞാനിതൊന്ന് കാണിക്കാം ഇതിൻ്റെ ഉള്ളിൽ എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. പുറം വലിയ ക്രിസ്പി ഒന്നും അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് തന്നെയാണ്. ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. ഉള്ളൊക്കെ ശരിക്കും നമ്മുടെ ഉണ്ണിയപ്പം അല്ലെങ്കിൽ നമ്മൾ നെയ്യപ്പൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുക, അത്രയും സോഫ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു അപ്പത്തിന്. ഞാനിതിനൊരു ഗോതമ്പപ്പം എന്നൊക്കെയാണ് വിളിക്കുന്നത്. നമുക്ക് പേരിലൊക്കെ എന്തിരിക്കുന്നു, നമുക്ക് ടേസ്റ്റാണ് വേണ്ടിയത്. ഇത് ഗ്യാരണ്ടി ആയിട്ട് നല്ല സ്വാദുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, അത്രയും ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.